വിശദമായി നോക്കാം. പാലക്കാട് ഏലപ്പുള്ളിയിലെ സുബൈർ വധത്തിൽ അക്രമി സംഘം ഉപയോഗിച്ച രണ്ടാമത്തെ കാറും കണ്ടെത്തി. കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കാർ. ഈ കാർ പാലക്കാട് സ്വദേശി കൃപേഷിന്റെ പേരിലുള്ളതാണ്. കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ പേരിലുള്ള കാർ സംഭവസ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു. ഈ കാർ സഞ്ജിത്ത് മരിക്കും മുൻപ് കേടായതിനെ തുടർന്ന് വർക്ക്ഷോപ്പിൽ നൽകിയതാണെന്നാണ് വീട്ടുകാരുടെ നിലപാട്. പണമില്ലാത്തതിനാലാണ് കാർ തിരിച്ചെടുക്കാത്തതെന്ന് സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക പറഞ്ഞു. സഞ്ജിത്ത് കൊല്ലപ്പെടുന്നതിന് ഒരു 1.5 മാസം ആയിട്ട് അത് കേടുവന്ന് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ സഞ്ജിത്ത് എന്നോട് ഇങ്ങനെ പറയും വർക്ക്ഷോപ്പിലാണ്, പക്ഷേ ഏത് വർക്ക്ഷോപ്പൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരു 10, 30,000, 20,000, 25,000 സംതിങ് വേണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകും, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇല്ല പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടു. എന്നിട്ട് അതിനുശേഷമാണ് അച്ഛൻ്റെ വണ്ടി, കൊല്ലപ്പെട്ട സമയത്തുള്ള വണ്ടി അച്ഛൻ്റെയാണ്. അപ്പോൾ അച്ഛൻ്റെ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ വണ്ടിയിൽ പോകുമ്പോഴാണ് അവിടെ വെച്ചിട്ട് സംഭവം നടന്നത്. കാറിനെ കുറിച്ച് പിന്നീട് ഞാൻ അന്വേഷിച്ചു. ഞാൻ അവിടെ നിന്ന് മരണം കഴിഞ്ഞു ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ആരും ചോദിച്ചില്ല, നമുക്കറിയുന്ന വിഷയവും ഇല്ല. നമ്മൾ മുതലേ പോയി. ഈ കാറ് കിട്ടിയിട്ടും കാര്യമില്ലാണ് ഞങ്ങൾ അതിനെ വിട്ടു. ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല അതിനെക്കുറിച്ചിട്ട്. ഞാനും എൻ്റെ കുട്ടിയും കൂടി ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ വേദന ആ ഷോക്കിന് മാറിയത് ഇപ്പോഴാണ്. ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മാറിയത് കുറച്ചായി ഇതായിട്ടുള്ളൂ. പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ ഇന്ന് രാത്രി 10-11 മണി വരെ ഉണ്ടായിരുന്നു. അന്ന് കുറെ പോലീസുകാർ കാറിനെ കുറിച്ച് എന്നെ ചോദിച്ചത്. സഞ്ജിത്തിന്റെ കാറാണ്. ഇന്നലെ വന്നിട്ട് സാറിനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇതെവിടെയാ? ഈ സുഹൃത്തുക്കൾ ഒരുപാട് ഉള്ള ഒരാളായിരുന്നു സഞ്ജിത്തെ. സുഹൃത്തുക്കൾ ആരെങ്കിലും കൊണ്ടുപോയതാണെന്നാണോ? വർക്ക്ഷോപ്പിലാണെന്ന് മാത്രം അറിയാം. പിന്നെ ഞാൻ ഏത് വർക്ക്ഷോപ്പിൽ എന്തോന്നും ആരും ചോദിച്ചില്ല, വീട്ടുകാർക്കും ചോദിച്ചില്ല, ഞാൻ ആരും ചോദിച്ചില്ല. അവരോടുമായിട്ട് കോൺടാക്ട് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ പരേറ്റിന് എന്തെങ്കിലും പോകുമ്പോൾ അവരെ വിളിക്കും, അല്ലാണ്ട് വേറെ ഒരു കോൺടാക്റ്റും ഇല്ല സുഹൃത്തുക്കളോട്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നീട് പോലീസ് സാർമാർ വരും, അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഐഡന്റിഫിക്കേഷൻ പരേറ്റ് അതിനൊക്കെ നോട്ടീസ് തരാൻ വരും. ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരുന്നു. ഇതുമായി നമ്മുടെ സഞ്ജിത്തിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട ആളാണ് ഈ മരിച്ചതെന്ന് അറിയാം. ആരാണ് കാർ ഉപയോഗിച്ചിരുന്നത് എന്നറിയില്ലെന്ന് സഞ്ജിത്തിന്റെ അച്ഛൻ അറുമുഖനും പറഞ്ഞു. നമ്മൾ ഇന്നലെ ആ കാറ്, അത് പിന്നെ സഞ്ജിത്തിന്റെ കാർ തന്നെയാണോ? സഞ്ജിത്തിന്റെ കാറ് തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് പാലക്കാട് വർഷാപ്പ് കൂടെ വിട്ടതാണ്. പിന്നെ അന്വേഷിച്ചില്ല. ആണോ? പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പിന്നെ ഓട്ടാൻ ആളില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചില്ല. ഇന്നലെ കണ്ടപ്പോ അറിയുന്നത് സഞ്ജിത്തിന്റെ കാർ തന്നെയാണ്. ഏത് വർക്ക്ഷോപ്പിലാണ് ഇത് ഉള്ളതെന്ന് അറിയോ? അതറിയില്ല, കറക്റ്റ് അറിയില്ല. പാലക്കാടാണ് പറഞ്ഞു. ഏത് വർക്ക്ഷോപ്പാന്ന് അറിയില്ല. ആരാണ് ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് അതൊന്നും അന്വേഷിച്ചു? ഉപയോഗിച്ചിട്ടേ ഇല്ല അത്. കാരണം മരിക്കുന്നതിന് മുമ്പ് റിപ്പയർ ആയതുകൊണ്ട് അവിടെ വിട്ടു. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. അത് ശരി. ഉപയോഗിക്കാറില്ല. ഇന്നലെ ഇപ്പൊ ഈ കൊലപാതക സ്ഥലത്തുനിന്ന് ആ കാറ് കിട്ടിയിരുന്നു. അപ്പം കാറ് കിട്ടിയിട്ടുണ്ട് അറിഞ്ഞു. ഞാൻ അറിഞ്ഞു. അപ്പൊ ആരാ വോട്ടിന്നോ ആരാ എടുത്തൊന്നും അറിയില്ല. എവിടെയായിരുന്നു നന്നാക്കാൻ കൊടുത്തിരുന്നത്? പാലക്കാടാണ്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അതും അറിയില്ല. ആണോ? നമ്മൾ പിന്നീട് അന്വേഷിച്ചിരുന്നില്ലേ കാറ് നന്നായോ? കാറിനെ പറ്റി അന്വേഷിച്ചു. മരിച്ച പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല അല്ലേ? വിറ്റിട്ടൊന്നും ഇല്ലല്ലോ? വിറ്റിട്ടില്ല. ഇല്ല. ശരി, ഓക്കെ. പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവായ സുബൈറിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് എഫ്ഐആറിൽ പറയുന്നു. പ്രതികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കി. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. സുബൈറിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. വിശദാംശങ്ങൾ പ്രസാദ് ഉടുമ്പശ്ശേരി നൽകും. പ്രസാദ്, അക്രമി സംഘം ഉപയോഗിച്ച 2 കാറുകളും കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ ഒന്ന് പാലക്കാട് സ്വദേശി കൃപേഷിന്റെ പേരിൽ, രണ്ടാമത്തേത് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ പേരിലുള്ള കാർ. ഈ കാറുകൾ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, ഈ കേസിൽ ഇപ്പോൾ പ്രതികൾ അവർ സഞ്ചരിച്ച കാറ് കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് സമീപം ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്
ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ പ്രത്യേക സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കൃത്യത്തിൽ 5 പേരോളം പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ CCTV ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു. മറ്റൊന്ന്, ഈ സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട കാറ് അത് സഞ്ജിത്തിന്റേതാണെന്ന് വീട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ കാറ് നന്നാക്കുന്നതിന് വേണ്ടി വർക്ക്ഷോപ്പിൽ നൽകിയതായിരുന്നു. പിന്നീട് പണമില്ലാത്തതിനാൽ തിരിച്ചു മേടിച്ചില്ല എന്നുള്ളതാണ് സഞ്ജിത്തിന്റെ ഭാര്യ നേരത്തെ വ്യക്തമാക്കിയിട്ടത്. സഞ്ജിത്തിന്റെ അച്ഛനും ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാർ ആരുടെ കൈവശമാണ്, എങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ നിന്ന് ആര് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചൊന്നും തന്നെ അറിവില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ സഞ്ജിത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രതികാരമെന്ന നിലയിലുള്ള കൊലപാതകം ആണ് എന്നതാണ് ഇപ്പോൾ പോലീസിന് ഇതുവരെയും ലഭിക്കുന്ന സൂചനകൾ. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത്. സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള BJP RSS നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം ഈ സുബൈറിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് സുബൈറിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടും ഇന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ സുബൈറിന് ഇത്തരത്തിൽ ഭീഷണി, RSSന്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് അത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണമാണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം BJP സമാനമായ രീതിയിൽ പ്രത്യാരോപണവുമായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒരു പങ്കില്ല എന്നും അത്തരത്തിൽ സുബൈറിനെതിരെ നേരത്തെയും നിരവധി കേസുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ അല്ലെങ്കിൽ BJP അത്തരം ഒരു കൃത്യം നടത്തിയിട്ടില്ല. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം സമാധാനപരമായ നിലപാടാണ് BJPയും RSSും സ്വീകരിച്ചത് എന്നാണ് BJP സംസ്ഥാന ഇതിൽ ആദ്യത്തെ കാർ അത് കൊലപ്പെട്ട സ്ഥലത്ത് നിന്ന്, കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കാർ അത് സഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് കണ്ടെത്തിയത് തന്നെയായിരിക്കുമല്ലേ ഒരുപക്ഷെ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന തരത്തിലേക്ക്, ആ ഒരു അനുമാനത്തിലേക്ക് എത്താൻ കാരണമായതും? തുടക്കത്തിൽ തന്നെ അത്തരത്തിൽ ഈ സഞ്ജിത്തിന്റെ കാറാണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെയാണ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിന്റെ മറുപടി എന്ന നിലയ്ക്ക്, പ്രതികാരം എന്ന നിലയ്ക്ക് ഈ കൃത്യം പോലീസ് അങ്ങനെ ആ രീതിയിലാണ് കാണുന്നത്. കാരണം ആ കാർ അവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ ആളുകളിൽ നിന്നും എല്ലാം തന്നെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വിടാവുന്ന തരത്തിലേക്കുള്ള അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ സുരക്ഷ, കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമെല്ലാം തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. മുമ്പും ഇവിടെ SDPIയും BJPയും RSSും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്ന പ്രദേശമാണ്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ശേഷം കൂടുതൽ പരിശോധനകൾ, പോലീസിന്റെ പട്രോളിംഗും എല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിലേക്ക്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് പോലീസ് ഇന്നലെ പാലക്കാട് SP R വിശ്വനാഥും വിശദീകരിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള കാരണങ്ങൾ, ആരാണ് ഇനി ഈ കൃത്യത്തിൽ പങ്കെടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രസാദ്, പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ എന്തെങ്കിലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പ്രതികളെ കുറിച്ച് പോലീസ് ചില സൂചനകൾ ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ പുറത്തുവിടാനാവില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള നിഗമനം ആണ് പോലീസെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ തന്നെയോ കേരളത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ആദ്യം കരുതുക നേരെ തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ളതാകാം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടി കൂടുതൽ അന്വേഷണം സംസ്ഥാനത്തിനകത്തും പോലീസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ മറ്റ് കടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്തും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പരിശോധന. 6 മണി നേരത്തിൽ വരും പോലീസിന് വന്നു. അപ്പോൾ വന്നിട്ട് സാറുമാർ ഇവിടെ തന്നെ മൂന്ന് പോലീസുമാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടെന്നൊന്നും അറിഞ്ഞില്ല. ഞാൻ കണ്ടില്ല, വണ്ടി ഇവിടെ നിൽക്കുന്നു. പരിസരത്തുള്ള ആൾക്കാരും കണ്ടില്ല. ഇല്ല സാർ, ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ രാത്രി പോലീസ് 2-3 പോലീസ് ഇവിടെ ഹോൾഡ് ചെയ്ത് ഉണ്ടായിരുന്നു. രമേശ് കുമാർ. ഇത് കട, എൻ്റെ കട സാർ. ശരി സാർ. ശരി, ഇപ്പോൾ SDPI നേതാവ് അമീർ അലി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അമീർ അലി, ഈ പാലക്കാട് സുബൈർ വധം രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെയാണ് FIRൽ പറയുന്നത്. പക്ഷേ അതിൽ BJPക്കോ RSSനോ യാതൊരു പങ്കുമില്ല എന്ന് BJP നേതാക്കൾ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾ കരുതുന്നത്? ഇന്നലെ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച് നിലപാട് പറഞ്ഞതായിരുന്നു. BJPയും RSSുമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് BJP പ്രവർത്തകന്റെ
കാറ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ പ്രദേശത്ത് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകനെ സുബൈർ മറ്റു യാതൊരു രാഷ്ട്രീയ പാർട്ടികളോടോ മറ്റു സംഘടനകളോടോ വ്യക്തികളോടോ ഒരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യവും ഇല്ല. അത് BJPയും RSSും നിരപരാധിയ ഒരാളെ കൊന്ന് അവർ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇത്തരമൊരു പ്രൊഫഷണൽ കില്ലിംഗ് അദ്ദേഹത്തിന്റെ മുറിവുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ ആസൂത്രിതമായി പ്രൊഫഷണലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതകമാണ് ഇത് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും RSSും BJPയും തന്നെയാണ് ഇതിന് പിറകിൽ. അത് കേവലം RSSന്റെയും BJPയുടെയും പ്രാദേശിക പ്രവർത്തകരല്ല ഇതിന്റെ പ്രതികൾ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ ഗൂഢാലോചന ഇതിന് പിറകിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി, SDPI ജില്ലാ നേതാവ് അമീർ അലിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ KM ഹരിദാസ, അല്പസമയം മുൻപാണ് SDPIയുടെ പ്രതികരണം വന്നത്. ഈ സുബൈർ വധത്തിന് പിന്നിൽ BJP എന്ന് തന്നെ അവർ ആവർത്തിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന് FIRലും വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഏത് തരത്തിലുള്ള കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് അതിന്റെ ഒരു തീരുമാനത്തിലെത്തട്ടെ. അതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് അവര് കണ്ടെത്തിയിട്ട് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാവട്ടെ. അതിന്റെ മുമ്പ് ഇത് ഇന്ന ആളാണ് ഇന്ന പാർട്ടിയാണെന്നൊക്കെ പറയാനുള്ള എന്ത് ഇതാണെന്നുള്ളത് എനിക്കറിയില്ല. അല്ല, ഇതിൽ കൊലപാതക സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ അക്രമി സംഘം ഉപേക്ഷിച്ച ആദ്യ കാർ അത് സഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നതാണ് ആദ്യം എടുത്തു പറയുന്നത്. അല്ല, അത് വളരെ കൃത്യമായിട്ട് അവർ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സഞ്ജിത്തിന്റെ അച്ഛനും ഭാര്യ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, സഞ്ജിത്ത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് സഞ്ജിത്തിനെ വധിച്ചത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്താണ് അവർ പിന്നീട് അത് വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആരുടെ കയ്യിലാണെന്ന് അറിയില്ല. അത് തന്നെയാണ് അതിനുള്ള കാര്യം. അത് സഞ്ജിത്തിന്റെ കാറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സഞ്ജിത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ ഭാര്യയും സംസാരിച്ചിട്ടുണ്ട്. ശരി, BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. പാലക്കാട് സുബൈർ വധത്തിൽ യാതൊരു പങ്കും BJPക്കോ RSSനോ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി. പ്രസാദ്, ഇപ്പോൾ SDPIയുടെ പ്രതികരണം വന്നു, BJPയുടെ പ്രതികരണവും വന്നു. ഇതിൽ വധത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് BJP ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ BJP തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് SDPIയും വ്യക്തമാക്കുന്നു. ഇതിൽ ഇപ്പോൾ നിലവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ദിവ്യ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏലപ്പുള്ളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് വിലാപയാത്രയോടുകൂടിയായിരിക്കും ഏലപ്പുള്ളിയിലേക്ക് മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകുക. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആ മേഖലയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ കേന്ദ്രീകരിച്ച്, അതായത് പോലീസിന് ചില സൂചനകൾ ഇന്നലെ സംഭവ സ്ഥലത്തുണ്ടായ ദൃക്സാക്ഷികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഫോൺ രേഖകളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളെ സംബന്ധിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്, രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്നുള്ളത് ഇന്നലെ SP തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. SPയുടെ നേതൃത്വത്തിൽ ഇന്നലെ യോഗം ചേരുകയും കൂടുതൽ അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുകയും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ അത് പ്രദേശത്തെ BJP RSS നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി, പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് സുബൈർ വധത്തിൽ BJPക്കോ RSSനോ പങ്കില്ലെന്ന് ആവർത്തിച്ച് BJP. സഞ്ജിത്തിന്റെ കൊലപാതകത്തിനുള്ള തിരിച്ചടിയാണ് സുബൈർ വധമെന്ന പ്രചാരണം ശരിയല്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞു. സഞ്ജിത്തിന്റെ കാർ എങ്ങനെ പ്രതികൾക്ക് കിട്ടിയെന്ന കാര്യം പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. RSSനോ BJPക്കോ ഈ കൊലപാതകത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. ഞങ്ങൾ ഒരു വിലാപയാത്ര സമയത്തോ തുടർന്നുള്ള ദിവസങ്ങളിലൊന്നും പാലക്കാട് ജില്ലയിൽ യാതൊരുവിധ അക്രമ സംഭവവും ഉണ്ടാവാത്ത രീതിയിൽ വളരെ സംയോജനത്തോടുകൂടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനകൾക്കെതിരായിട്ടുള്ള ആരോപണമായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനെ സംബന്ധിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷിക്കണം. മുൻ വൈരാഗ്യങ്ങൾ
സുബൈറിനുണ്ടായിരുന്നു. ഇത്തരം സംഭവം അതിൻ്റെ പേരിൽ നടന്ന കൊലപാതകമാണെന്ന് പോലീസാണ് അന്വേഷിക്കുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് അല്പസമയത്തിനകം മലപ്പുറത്ത് തുടക്കമാകും. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പഞ്ചാബും ബംഗാളും തമ്മിലാണ് ആദ്യ മത്സരം. രാത്രി 8-ന് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കേരളം രാജസ്ഥാനെയും നേരിടും. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് തത്സമയം ചേരുകയാണ്. അനുമോദ്, അല്പസമയത്തിനുള്ളിൽ കിക്ക് ഓഫ് ഉണ്ടാകും. എത്രത്തോളം ആവേശകരമാണ് അവിടെ? ദിവ്യ, മലപ്പുറത്തെ സംബന്ധിച്ച് ഫുട്ബോൾ എന്നുള്ള ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ സന്തോഷ് ട്രോഫി പോലെയുള്ള വലിയ ഒരു ടൂർണമെന്റ് വരുമ്പോൾ മലപ്പുറത്തിനെ സംബന്ധിച്ച് അത് കാണാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കും. ആദ്യ മത്സരത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രാക്ടീസൊക്കെ അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ടീമുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം കളി കാണുവാൻ ഈ ഒരു സമയത്തും നിരവധി പേരാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടപ്പടി സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് മലപ്പുറത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ബ്രിട്ടീഷുകാർ പണ്ട് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ ഒരു സ്ഥലമാണ്. കവാത്തുറമ്പ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നവീകരണങ്ങളും സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും ഒക്കെയാണ് ഈ ഒരു കാണുന്ന അവസ്ഥയിലേക്ക് സ്റ്റേഡിയത്തെ എത്തിച്ചത്. നമുക്ക് കാണാൻ വന്നവരോട് തന്നെ ചോദിക്കാം. ഇക്ക, നേരത്തെ എത്തിയോ കളി കാണാനൊക്കെ? ടൈം കുറച്ച് ട്രോഫി പോലെ വലിയൊരു ടൂർണമെന്റ് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. എന്താണ് തോന്നുന്നത്? പക്ഷേ ടൈം വളരെ കൂടിപ്പോയി. ഒരു 8 മണിക്കാൻ തുടങ്ങണം. അതാണ് വേണ്ടിയിരുന്നത്. അപ്പൊ മഞ്ചേരി നല്ല ടൈമാണല്ലോ, പോണം. ചെറുപ്പത്തിൽ കാണാറുണ്ട്, ചെറുപ്പത്തിലൊക്കെ. ബംഗാളും പഞ്ചാബും ഫസ്റ്റ് മത്സരം. അല്ല, ബംഗാൾ നല്ല ടീമാണല്ലോ. രണ്ട് തുല്യതയുണ്ട്. ബംഗാളാണ് ഏറ്റവും കപ്പടിച്ച ടീമാണ്. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നല്ലൊരു ആവേശം തന്നെയാണ്. പിന്നെ നേരത്തെ കളിക്ക് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു കളി കാണാം എന്നുള്ളൊരു ആവേശത്തിലാണ്. മലപ്പുറത്തിന്റെ ഹൃദയമാണ് ഈ കോട്ടപ്പടി സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. അതെ അതെ, അത് തീർച്ചയായിട്ടും എന്നും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കോട്ടപ്പടി സ്റ്റേഡിയം. ഈ മലപ്പുറത്തേക്ക് സന്തോഷ് ട്രോഫി വരുമ്പോൾ കളി കാണാറുണ്ട് കേട്ടാ? എല്ലാ കളി കാണാം. 7 മുതൽ 5 വരെ കാണും. സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് കാണും. എന്ത് തോന്നുന്നു? നല്ല അനുഭവം. തുടക്കട്ടെ. നമ്മുടെ നാട്ടിലെ നേരത്തെ എത്തിക്കും. ഇവിടെ കളി കാണുമ്പോൾ കളി കാണാൻ വരലുണ്ട്. സന്തോഷ് ട്രോഫി കാണാൻ അവസരം കിട്ടുന്നത് എന്ത് തോന്നുന്നു? നല്ല ചെറുപ്പതിയാ. ആരോപ്പാണ്? ബംഗാളിന്റെ കൂടെയാണോ പഞ്ചാബിന്റെ കൂടെയാണോ? ഇപ്പോ ടീം ഏതാ? നമ്മളെ ടീം ഏതായാലും മഞ്ചേരിയാണ്, കേരളമാണ്. അത് പണ്ട് പഴയ ടീം ഗോളി ചാക്കോ, മറ്റേ സർഫലി, മറ്റേ ആൾക്കാരൊക്കെ ഉള്ളത്. ഓലൊക്കെ പോയില്ലേ, ഓലൊക്കെ ഇതായി കളി മാറ്റി. അപ്പൊ ഏതായാലും നല്ല കളി കാണണം. അതാ നല്ലത്. മലപ്പുറത്തിന്റെ ഒരു താല്പര്യം അതാണ്. ആര് കളിച്ചാലും നല്ല രീതിയിലൊരു മത്സരമായിരിക്കും, കളി കാണണം. ഫാമിലി ആയിട്ടൊക്കെയാണ് രാവിലെ തന്നെ അല്ലേ എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ. എങ്ങനെയുണ്ട് ഈ സന്തോഷ് ട്രോഫി നമുക്ക് നേരിട്ട് കാണാനുള്ള? തീർച്ചയായിട്ടും അതീവ സന്തോഷത്തിലാണ്. കാരണം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനെ സന്തോഷ് ട്രോഫി വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾ അങ്ങ് കാളികാവുന്നാണ് വരുന്നത്. കുടുംബസമേതം ഞങ്ങൾ TV-യിലും കാര്യങ്ങളിലും ചില പ്രാദേശിക ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഇതും മുടങ്ങരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് അതിരാവിലെ പുറത്ത് വന്നതാണ്. ഇനി രാത്രിയിലുള്ള കേരളയുടെ കളി കൂടി കണ്ടിട്ട ശേഷം പോകണം ഉദ്ദേശിക്കുകയാണ്. മുഴുവൻ കളിയും കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ, ഉദ്ഘാടനത്തിന് വന്നതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. ഇതൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുന്നുണ്ടായിരുന്നു. ആർക്കാണ് സാധ്യത? നല്ലൊരു ശക്തമായ ടീമാണ് രണ്ടുപേരും. കളി ആരാ നല്ലോണം കളിക്കുന്നത് അവർക്ക്. നമ്മളെ സംബന്ധിച്ച് കളിയാണ്, ഫുട്ബോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും നല്ല കളിയാണ്. നമുക്ക് പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ പഞ്ചാബൊക്കെ ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റ് കളി കേരള അല്ലല്ലോ. കേരള ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിന്റെ കൂടെ തന്നെയാണ്. മറ്റേ രണ്ടും നമുക്ക് ഒരുപോലെ തന്നെയാണ്. തീർച്ചയായും നല്ല കളിക്കുന്ന ടീമിന് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കും. അതാണ് നമ്മുടെ ജില്ലയുടെ പൈതൃകം. ഈ കോട്ടപ്പടി സ്റ്റേഡിയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ സ്റ്റേഡിയത്തോട് വലിയൊരു ഇഷ്ടമുള്ളതാണ് അല്ലേ? നമ്മുടെ സ്വന്തം സ്റ്റേഡിയമാണല്ലോ. അതെ. ഇവിടെ ഇത്രയും വലിയൊരു ടൂർണമെന്റ് ആദ്യമായിട്ടാണല്ലേ? അതെ. എന്ത് തോന്നുന്നു? കളി പക്ഷേ നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ കുറവുണ്ട്. അത് പിന്നെ സമയം അതാണ്, വെയിലാണ്. ഇവിടെ ഈ തണലിലാണ് കാര്യമായിട്ട് ആളുകൾ ഇരിക്കുന്നത്. ഏതായാലും നല്ല ആവേശകരമായ കളി കാണാമെന്നുള്ള രീതിയിൽ കളി കാണാൻ വന്നതാണ്. കേരളത്തിന്റെ കളി നമുക്ക് കളി കാണാൻ പോകണം. വൈകുന്നേരമാണല്ലേ. ഇവിടെ ഇപ്പോൾ പ്രശ്നം വന്നാൽ സന്തോഷ് ട്രോഫി നേരിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നോമ്പായതുകൊണ്ട് കുറച്ച് ക്ഷീണുണ്ട്. രാവിലെ പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് 4 മണിക്ക് നല്ല ഇതിലേറെ കൂടി
അടുത്ത ദിവസം മുതൽ വൈകുന്നേരം 4 മണിക്കാണ് മത്സരങ്ങൾ. ഈ ഒരു നമുക്കറിയാം നോമ്പുകാലത്ത് മലപ്പുറത്ത് വലിയ തിരക്കൊന്നും സാധാരണ രാവിലെ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു സമയത്തേക്ക് ഇത്രയും അധികം ആളുകൾ ഈ ഒരു മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്തി എന്നത് തന്നെ ഫുട്ബോളിനെ ഈ ഒരു നാട് എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു തെളിവാണ്. പഞ്ചാബും ബംഗാളുമാണ് മത്സരമെങ്കിലും മികച്ച ഫുട്ബോൾ കാണാൻ വേണ്ടി, മികച്ച ഫുട്ബോളിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ജനസഞ്ചയം തന്നെ ഇവിടേക്ക് എത്തുന്നത്. എന്നാണെങ്കിലും അല്പസമയത്തിനകം തന്നെ ആദ്യ മത്സരം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. 7ാം സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം ഇന്നിറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാനാണ് എതിരാളികൾ. ഗ്രൂപ്പ് എയിൽ കരുത്തരായ ബംഗാളും പഞ്ചാബും മേഘാലയയും രാജസ്ഥാനുമാണ് കേരളത്തിനൊപ്പം. ഇക്കൂട്ടത്തിൽ കടലാസിൽ ദുർബലരാണ് രാജസ്ഥാനെങ്കിലും അവരെ കേരളം നിസ്സാരമായി കാണുന്നില്ല. പശ്ചിമമേഖലാ മത്സരത്തിൽ മഹാരാഷ്ട്രയെ അട്ടിമറിച്ചാണ് രാജസ്ഥാൻ ഫൈനൽ റൗണ്ടിലെത്തിയത്. ജയിച്ചു തുടങ്ങാനായി എല്ലാ തയ്യാറെടുപ്പും കേരളം നടത്തിയിട്ടുണ്ട്. ബിനോ ജോർജ് പരിശീലിപ്പിച്ച ടീം പരിചയസമ്പത്തും യുവത്വവുമുള്ളതാണ്. അർജുൻ ജയരാജും നിജോ ഗിൽബർട്ടും മുഹമ്മദ് റാഷിദും കെ സൽമാനും ക്യാപ്റ്റൻ ജിജോ ജോസഫും അടക്കം പരിചയസമ്പന്നരുടെ നിരയുണ്ട്. അവസാനമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ഉജ്ജ്വല പ്രകടനം നടത്തിയ വി മിഥുനാണ് ഗോളി. തമിഴ്നാട് സ്വദേശി വിഘ്നേഷ് മുന്നേറ്റത്തിൽ കരുത്താകും. പ്രതിരോധ നിരയിലെ വിപിൻ അജയന്റെ മികവും കേരളത്തിന് കരുത്തു പകരും. എല്ലാത്തിനുമുപരി 12ാമനായി കാണികളുമുള്ളപ്പോൾ 2018 ശേഷം കേരളം വീണ്ടും ഒരു കിരീടം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. ഏറെ പ്രതീക്ഷയോടെയാണ് മത്സരങ്ങൾക്കിറങ്ങുന്നതെന്ന് കേരള ടീം കോച്ച് ബിനോ ജോർജും ക്യാപ്റ്റൻ ജിജു ജോസഫും. കാണികളുടെ പിന്തുണയുള്ളത് കൂടുതൽ ഊർജ്ജം പകരും. രാജസ്ഥാനെതിരെ ആക്രമണോത്സുക ശൈലി തന്നെയാകും സ്വീകരിക്കുക എന്നും മികച്ച ജയത്തോടെ ടൂർണമെന്റിന് തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ക്യാപ്റ്റനും കോച്ചും ന്യൂസ് 18നോട് പറഞ്ഞു. സന്തോഷ് ട്രോഫിയുടെ ആരവം മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് കേരള ടീമിന്റെ കോച്ചും ക്യാപ്റ്റനുമാണ് ബിനു ജോർജ് സർ, അതുപോലെ ജിജു. ആദ്യ മത്സരം വൈകുന്നേരമാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ നമ്മൾ പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ മത്സരമാണ് ആദ്യത്തെ മത്സരം രാജസ്ഥാനായിട്ട്. എല്ലാവരും സജ്ജരാണ്. കുട്ടികൾക്ക് പുതിയ ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വെയിറ്റിംഗ് ആണ്. വാട്ടവർ യുനോ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ, മലപ്പുറത്തെ ജനങ്ങളുടെ മുമ്പിൽ കളിക്കാന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമാണ്. കാരണം അത്രയധികം ആൾക്കാർ വരുമെന്ന് നമുക്കറിയാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നറിയാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ 100% നമ്മൾ എഫർട്ട് ഇടും. നിങ്ങളുടെ സപ്പോർട്ടും പ്രയറും പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെ വേണം. ആദ്യ മത്സരത്തിൽ രാജസ്ഥാനാണ് എതിരാളി. 34 വർഷത്തിന് ശേഷമാണ് അവർ അവസാന ഈ ലീഗിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? മത്സരം എന്തായാലും ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ്. എന്താ വെച്ചാൽ അപ്പോൾ നിലവിലെ എല്ലാ ടീമുകളും നല്ല ഫൈറ്റിംഗ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ ടീമാണെങ്കിലും നന്നായി ഇത്ര നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിഫലം നമുക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് വിശ്വാസം. നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് എന്താണ്? സ്ട്രെങ്ത് ജൂനിയേഴ്സും സീനിയേഴ്സും ആ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളുടെ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ക്ലബ് ഫുട്ബോളുകളൊക്കെ കേരള താരങ്ങൾ കളിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? അല്ല, അവർക്ക് വലിയൊരു ഹൈ ഒരു പ്രഷറിൽ നിന്നൊക്കെ അവർക്ക് അതിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടും. എപ്പോൾ സ്പീഡാക്കണം, എപ്പോൾ സ്പീഡ് കുറയ്ക്കണം എന്നുള്ള ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ അവർ ഒരു മാച്ച് ഫിയർനെസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഗുണങ്ങളൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? കാര്യം ആദ്യ മത്സരത്തിൽ ജയിച്ചു പോകാനാണ് എല്ലാവരും. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ കടമ എന്ന് പറഞ്ഞാൽ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 2 ടീമുകളാണ് ഇന്ന് കിടക്കുക. അപ്പോൾ ഒരു നല്ലൊരു അറ്റാക്കിങ്, കാണികൾ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് ഗോളുകൾ കാണണം. അപ്പോൾ നമ്മൾ ഒരു അറ്റാക്കിങ് സ്റ്റൈൽ തന്നെയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. 2018 ശേഷം ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷ് ട്രോഫി കിട്ടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കാണുമല്ലോ. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് അവസാന നിമിഷത്തെ ഈ പ്രിപ്പറേഷൻസ്, പ്രാക്ടീസുകളൊക്കെ എങ്ങനെയാണ്? പ്രാക്ടീസ് നമ്മൾ ഓൾറെഡി 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അത്രയും നന്നായി ഹാർഡ് വർക്കും ടീമായിട്ട് നല്ല സെറ്റിലാണ്. ഇനി ആ കളിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എന്തെങ്കിലും അലട്ടുന്ന എന്തെങ്കിലും ആശങ്ക? ഈ നമ്മൾ സ്വന്തം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, ആരവങ്ങളും ആർപ്പുവിളികളൊക്കെ ഉണ്ടായിരിക്കും. അത് സമ്മർദ്ദമാണോ ആത്മവിശ്വാസമാണോ? രണ്ടും ഉണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ നമുക്ക് കിട്ടണത്. പിന്നെ ഇത്ര അധികം ജനങ്ങളുടെ ഇടയിൽ കളിക്കുക. അപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്ത് അത് കറക്റ്റ് ആ ഗ്രൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേരള ഫുട്ബോളിൻ്റെ മെക്ക എന്നാണ് മഞ്ചേരിയും മലപ്പുറമൊക്കെ അറിയപ്പെടുന്നത്. അവിടെ ഇത്രയും ഒരു വലിയ കാണികൾക്കിടയിലാണ് കളിക്കുന്നത്. മുമ്പ് കളിച്ചതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ വെച്ചാൽ അത്രയും ജനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് തന്നെ കളി എക്സ്ട്രാ അങ്ങനെ വരും ഓട്ടോമാറ്റിക്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കളിക്കാൻ ആ ഒരു കഴിവ് പറ്റട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒരു ഹോം ഗ്രൗണ്ട് എത്രമാത്രം വലിയ അഡ്വാൻറ്റേജ്? അത് അറിയാലോ. ഒരു നമ്മൾ
ഗെയിമിൻ്റെ സ്ലോ ആകുമ്പോഴും പ്ലെയേഴ്സ് ഒരു ഡൗണിലേക്ക് പോകുമ്പോഴും ജനങ്ങളുടെയും അവരുടെയൊക്കെ സപ്പോർട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഉണരാനും അവർക്ക് കൂടുതൽ ആവശ്യത്തോടെ കളിക്കാനുള്ള ഒരു 12th മാൻ, ഒരു 12ാമത്തെ ആൾ ഇവിടെ മലപ്പുറത്തുണ്ടാവും. അപ്പോൾ അത് വലിയൊരു ഗുണം തന്നെയാണ് കളിക്കാർക്ക്. എന്താണെങ്കിലും ആത്മവിശ്വാസത്തോടെ തന്നെ ടീം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആക്രമണ ഫുട്ബോളാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച് ഗ്രൂപ്പിൽ മേധാവിത്വം നേടാനും സെമിഫൈനൽ ഉറപ്പിക്കാനുമുള്ള പരിശ്രമത്തിലാണ് കേരള ടീം. മഞ്ചേരിയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. ആദ്യമായി മലപ്പുറത്തേക്ക് സന്തോഷ് ട്രോഫി എത്തുമ്പോൾ അതിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് മുൻ ഇന്ത്യൻ താരം യു ഷറഫ് അലി. മലപ്പുറത്തെ കായിക മേഖലയ്ക്ക് ഇത് നൽകുന്ന ഊർജ്ജം ഏറെ വലുതാകും. കേരള ടീമിന് കിരീടം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. സന്തോഷ് ട്രോഫിയുടെ ആവേശത്തിലേക്ക് കളിച്ചിറങ്ങുകയാണ് മലപ്പുറം. ഇപ്പോൾ മലപ്പുറത്ത് സന്തോഷ് ട്രോഫിയുടെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നമ്മോടൊപ്പം ചേരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്ന യു ഷറഫ് അലിയാണ്. അദ്ദേഹമാണ് ഈ മലപ്പുറത്തെ എല്ലാ ഒരുക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും. അതിൻ്റെ ഇടയിൽ അല്പസമയം ഉണ്ടാക്കിയാണ് നമ്മോടൊപ്പം അദ്ദേഹം ചേരുന്നത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് മലപ്പുറത്തേക്ക് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി എത്തുന്നതിൻ്റെ ഒരു സന്തോഷം? ആദ്യം തന്നെ ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള നിലക്ക്, മലപ്പുറത്തുകാരൻ എന്നുള്ള നിലക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിലേക്ക് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. മലബാറിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഉപരിയായിട്ട് മലപ്പുറം ജില്ലക്കാർക്കും പ്രത്യേകിച്ച് ഫുട്ബോളിന് വലിയ സ്നേഹമാണ്, പ്രോത്സാഹനമാണ്. മലപ്പുറം ജില്ലയിലേക്ക് തന്നെ ഫുട്ബോൾ വന്നപ്പോൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ മത്സരത്തെ മലപ്പുറത്തുകാർ കാണുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു ഊർജം കേരള ഫുട്ബോൾ ടീമിനും പ്രചോദനമായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. 2 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് മത്സരം. ഒന്ന് നമ്മളെ കോട്ടപ്പടിയും പിന്നെ ഒന്ന് പയ്യനാടും. ദേശീയ നിലവാരത്തിലേക്ക് സ്റ്റേഡിയങ്ങളെ സൗകര്യങ്ങൾ ഉയർത്തുന്നതൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് പയ്യനാട് സ്റ്റേഡിയത്തിലായാലും കോട്ടപ്പടി സ്റ്റേഡിയത്തിലായാലും മൈതാനത്തിൻ്റെ നിലവാരം ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ളത് തന്നെ ഒരു സംശയമില്ല. അതിൽ പയ്യനാട് സ്റ്റേഡിയം ഉൾപ്പെടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ നിലവാരമുള്ള സ്റ്റേഡിയമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. 25,000-ലധികം കാണികളെ ഗാലറിയിൽ ഉൾക്കൊള്ളാനുള്ള സൗകര്യമുണ്ട്. അതിലുപരിയായി പവലിയനിലൊക്കെ മറ്റു സീറ്റുകളും ഒക്കെയുണ്ട്. കോട്ടപ്പടിയെ സംബന്ധിച്ചിടത്തോളം സീറ്റിൻ്റെ കാര്യത്തിൽ എണ്ണം കുറവുണ്ട്, പരിമിതമാണ്. എന്നാൽ ഗ്രൗണ്ടിൻ്റെ നിലവാരം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് തന്നെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മത്സരങ്ങൾ മലപ്പുറത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല. അത് മുഴുവനായിട്ടും വയനാട്ടിലേക്ക് മാറ്റേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങളും വയനാട് മാത്രമേ ഉള്ളൂ. കോട്ടപ്പടിയിൽ ഡേ ടൈമിൽ മത്സരങ്ങൾ വെക്കേണ്ട സാഹചര്യങ്ങൾ. റംസാൻ സീസൺ ആയതുകൊണ്ട് മത്സരത്തിൻ്റെ സമയത്തിലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഫുട്ബോൾ പ്രേമികളായ നാട്ടുകാർക്ക് നല്ല രീതിയിൽ മത്സരം കാണാനുള്ള കഴിവിൻ്റെ പരമാവധി എല്ലാ ഒരുക്കങ്ങളും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. കേരള ടീമിനെ പറ്റി എങ്ങനെയാണ്? കേരള ടീം നമ്മളിപ്പോൾ മത്സരങ്ങൾ കണ്ടു. പ്രാഥമിക റൗണ്ടിലെ മത്സരങ്ങളാണ്. മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. താരതമ്യേന പ്രാഥമിക റൗണ്ടിൽ വലിയ ടീമുകൾ ഇല്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഫൈനൽ റൗണ്ടിലേക്ക് വരുമ്പോൾ എല്ലാ മികച്ച ടീമുകളാണ്. 10 ടീമുകൾ മികച്ചതാണ്. ഓരോ സോണിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഒരു ശക്തമായ പോരാട്ടം തന്നെ നേരിടേണ്ടി വരും. അതിന് അനുസരിച്ച് കേരളത്തിലെ ടീമിൻ്റെ പരിശീലനത്തിലും കളിക്കാരുടെ ഉൾപ്പെടുത്തുന്നതിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പരിചയസമ്പന്നനായ കോച്ച് ബിനു ജോർജ് ഉണ്ട്, പരിചയസമ്പന്നരായ കളിക്കാരുണ്ട്, യങ്സ്റ്റേഴ്സുണ്ട്. അതുകൊണ്ട് ശക്തമായ ഒരു ടീമിനെ കേരളത്തിന് നിലനിർത്താനും അല്ലെങ്കിൽ സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. കാണികളുടെ പ്രോത്സാഹനം പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ ഒന്നടങ്കം കേരള ടീമിൻ്റെ കൂടെ ഉണ്ടാകും. നല്ല പരിശീലനത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്, സമയം കിട്ടിയിട്ടുണ്ട്, തയ്യാറെടുപ്പിന് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രകടനം കേരള ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് അടുത്ത മത്സരം. ആദ്യ ഘട്ടത്തിൽ ഈ ഗ്രൂപ്പിൽ ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പഞ്ചാബ്, ബംഗാൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ രാജസ്ഥാനെയും ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം സോണിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് വന്ന ടീമുകൾ ഫൈനൽ റൗണ്ടിൽ ഒരു ടീമിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മുൻകാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പരിചയം പഞ്ചാബും ബംഗാളും ഒക്കെ ശക്തമായ ഒരു ടീം തന്നെയായിരിക്കും. ഈ മാത്രമല്ല പഞ്ചാബിനെ ബംഗാളിനെ മാത്രമല്ല, ഫൈനൽ റൗണ്ടിലെ ഓരോ മത്സരങ്ങളും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഓരോ മത്സരങ്ങളും നമ്മൾ വിജയിച്ച് കയറണം എന്ന അഭിപ്രായം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ.
ഇങ്ങനെ സന്തോഷ് ട്രോഫി മലപ്പുറത്തെത്തുമ്പോൾ വ്യക്തിപരമായിട്ട് അങ്ങേക്ക് ഒരുപാട് സന്തോഷവും നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. കാരണം കേരള ഫുട്ബോളിനെ, ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പലതവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിലെ ഒരു വലിയ ടൂർണമെൻറ്റ് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നിരാശ അങ്ങ് പങ്കുവെച്ച് അതുകൊണ്ട് അതിപ്പം മലപ്പുറത്ത് ഞാൻ കളിക്കുന്ന കാലത്തും സന്തോഷ് ട്രോഫി പോയിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഒരു സാധാരണ ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള സൗകര്യം പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ കളിക്കുന്നത്. ഇന്ന് അത് മലപ്പുറം ജില്ലയിൽ കായിക രംഗത്തുണ്ടായ മാറ്റം വളരെ വലുതാണ്. നിലവാരമുള്ള ഒരുപാട് സ്റ്റേഡിയം തിരൂർ വന്നു, ഇപ്പം മലപ്പുറം കോട്ടപ്പടിയിൽ വന്നു, നിലമ്പൂർ വന്നു, അരീക്കോട് സ്റ്റേഡിയം പുൽമൈതാനമായിട്ടില്ലെങ്കിൽ സ്റ്റേഡിയങ്ങൾ വന്നു. മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും ഒരുപാട് മൈതാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്ത് വന്നിട്ടുണ്ട്. പയ്യനാട് സ്റ്റേഡിയം തന്നെ നമുക്ക് എടുത്താൽ നോക്കിയാൽ നമുക്കൊരു അന്താരാഷ്ട്ര നിലവാരമുണ്ട്. ഏത് മത്സരങ്ങൾ നടത്താനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യം ഉള്ളൊരു സ്റ്റേഡിയമാണ്. അപ്പം ഞാൻ കളിച്ച കാലഘട്ടം ഇപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്ന് മലപ്പുറത്ത് കളിക്കാൻ പറ്റിയതിൽ വലിയ വിഷമമുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലുപരിയായിട്ട് ഈ കാലഘട്ടത്തിലെങ്കിലും ഇത്തരം മികച്ച ടൂർണമെൻറ്റുകൾ നടത്താനുള്ള സൗകര്യം എൻ്റെ സ്വന്തം ജില്ലയിൽ ഉണ്ടായതിൽ വലിയ അഭിമാനമുണ്ട്. അതെ, ഇപ്പോൾ ഇതിന് കോർഡിനേഷൻ്റെ ഒരു ഇതും കൂടി വന്നതോടെ അതൊരു കുറേം കൂടി വലിയ ഉത്തരവാദിത്തമായി. അത് വലിയൊരു സന്തോഷം, ഞാനൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. സന്തോഷ് ട്രോഫിയെ പോലെ നാഷണൽ പ്രാധാന്യമുള്ളൊരു ടൂർണമെൻറ്റിൽ ഒരു മുഖ്യ സംഘാടകനായിട്ട് ഒരു ചുമതല സംസ്ഥാന ഗവൺമെൻറ് കായിക വകുപ്പ് തന്നു എന്ന് പറഞ്ഞാൽ കായിക താരത്തിന് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. സംഘാടക സമിതി ഇവിടെയുണ്ട്. ഓരോ കമ്മിറ്റിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം സന്തോഷ് ട്രോഫിയുടെ മാറ്റുകൂട്ടും. ടൂർണമെൻറ്റ് ഒരു മികച്ച വിജയമാകും എന്നതിൽ യാതൊരു സംശയവും. 2018 വിജയം അതാ ഇത്തവണ ആവർത്തിക്കാൻ പറ്റുമോ? ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഞാൻ പറഞ്ഞു. സന്തോഷ് ട്രോഫിയിൽ സീനിയർ താരങ്ങൾ ഇല്ല എന്നുള്ള ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഞാനൊരു ഫുട്ബോൾ പ്രേമിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് സീനിയർ താരങ്ങളില്ല എന്നുള്ള പോരായ്മ കാണുന്നത്. പക്ഷേ അതെല്ലാ സംസ്ഥാനത്തിനും ബാധകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ കേരളം ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് അണിനിരത്തിയിട്ടുള്ളത്. എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ കളിക്കാർ മികച്ചതാണ്. ഫുട്ബോൾ പ്രേമികളുടെ ഒരു പ്രോത്സാഹനം പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കും. ഫുട്ബോൾ അതായത് പ്രീമിയർ ലീഗൊക്കെ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് ഈ കേരള ഫുട്ബോൾ? പ്രൊഫഷണൽ ഫുട്ബോളിൽ കേരളത്തിലെ കളിക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പ്രൊഫഷണൽ ക്ലബ്ബുകളിൽ കളിക്കാനുള്ള അവസരം കളിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ഫുട്ബോൾ രംഗം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾക്ക് കൂടി കളിക്കാൻ അവസരം കിട്ടുന്ന സാധാരണ ടൂർണമെൻറ്റുകളും കൂടെ വരണം. അതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യത്തിൽ കളിക്കാരൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ ആശ്രയിച്ച് ഒരു ജോലി സാധ്യത തേടുന്ന ഒരു വിഭാഗമാണ് നല്ലൊരു വിഭാഗം. അപ്പോൾ അവർക്കും കൂടെ ഒരു അവസരം കിട്ടുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലീഗോ ഡിപ്പാർട്ട്മെൻറ്റ് ടൂർണമെൻറ്റുകളോ കേരളത്തിൽ പ്രൊഫഷണൽ ക്ലബ്ബുകളല്ലാത്ത ടീമുകൾക്ക് ജില്ലാ ലീഗിൽ നിന്ന് ചാമ്പ്യന്മാരായി വരുന്ന ടീമുകൾക്ക് പണ്ടത്തെ പോലെ കേരള പ്രീമിയർ ലീഗിൻ്റെ ഘടന മാറ്റി കേരള ചാമ്പ്യൻഷിപ്പ് എന്നുള്ളതാക്കി ഓരോ ജില്ലകളിൽ നിന്ന് ചാമ്പ്യന്മാരായി വരുന്ന ടീമുകൾക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിലേക്ക് കേരളത്തിൽ മികച്ച ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ കൂടി ഉൾപ്പെടുത്തി മുമ്പത്തെ പോലെ തന്നെ കേരള ചാമ്പ്യൻഷിപ്പ് നടത്തണം. അത് പ്രീമിയർ ലീഗ് നിർത്തണം എന്നൊന്നും ഞാൻ പറയുന്നത്. അതൊരു പ്രൊഫഷണൽ ഫുട്ബോളായിട്ട് നിലനിർത്തുമ്പോൾ തന്നെ ഒരു കേരള ചാമ്പ്യൻഷിപ്പ് പക്ക ലീഗ് ചാമ്പ്യന്മാരെയും ലീഗിൽ കളിക്കുന്ന കളിക്കാർക്ക് കൂടി അവസരം കിട്ടുന്ന രീതിയിൽ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സന്തോഷ് ട്രോഫി മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു പുതിയ ഉണർവ് തന്നെയാവും കായിക മേഖലയ്ക്ക് നൽകുന്നത് അല്ലേ? ഒരു സംശയവുമല്ല. മലപ്പുറം ഫുട്ബോൾ രംഗത്ത് എന്നും ഉണർന്നിരിക്കുന്ന ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് മലബാർ മൊത്തത്തിൽ ഈ സന്തോഷ് ട്രോഫിയെ പോലെ ഒരു മെഗാ ഇവൻ്റ് വരുമ്പോൾ ഒന്നും കൂടെ ഫുട്ബോൾ പ്രേമികളിലും വളർന്നു വരുന്ന കുട്ടികളിലും അതൊരു വലിയ ആവേശം ഉണ്ടാക്കും. തീർച്ചയായും കേരളത്തിന് മികച്ച അവസരങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റ് മലപ്പുറത്തിനെ സംബന്ധിച്ചും കായിക മേഖലയിൽ പുതിയ തലങ്ങൾ, പുതിയ തീരങ്ങൾ എത്തിക്കും, അവിടേക്ക് ഫുട്ബോളിൽ എത്തിക്കുമെന്ന് തന്നെയാണ് യു ഷറഫ് അലി അഭിപ്രായപ്പെടുന്നതും പ്രതീക്ഷ വയ്ക്കുന്നതും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർത്തയിലേക്ക്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ തൊഴിലാളി യൂണിയനുകൾ സമരം ശക്തമാക്കും. ശമ്പളം നൽകാൻ വീണ്ടും സർക്കാർ സഹായം തേടാനാണ് മാനേജ്മെന്റ് തീരുമാനം. 45 കോടി രൂപ കൂടി ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ധനവകുപ്പിന് അപേക്ഷ നൽകും. ശമ്പളം ഇന്നു മുതൽ ഗഡുക്കളായി നൽകാനും ആലോചനയുണ്ട്.
CITUവിന് പിന്നാലെ AITUCയും BMSഉം ഇന്നു മുതൽ പ്രത്യക്ഷ സമരം തുടങ്ങും. 18 മുതൽ INTUC സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം തുടങ്ങും. മാർച്ചിലെ ശമ്പളം ഇതുവരെ ലഭിക്കാത്തതിനാൽ ദുരിതത്തിലാണ് ജീവനക്കാർ. 30 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും 75 കോടി ഉണ്ടെങ്കിലേ മുഴുവൻ പേർക്കും ശമ്പളം നൽകാനാകൂ. അതുകൂടി തരണമെന്നാണ് KSRTC മാനേജ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അനുവദിച്ച 30 കോടി ഇന്ന് KSRTCയുടെ അക്കൗണ്ടിലെത്തും. അതുപയോഗിച്ച് ഗഡുക്കളായി ശമ്പളം നൽകാനും ആലോചനയുണ്ട്. അതേസമയം മാനേജ്മെന്റിനെതിരെ CITU യൂണിയൻ സമരം കടുപ്പിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പോലീസിന്റെ വൻ സ്വർണ്ണവേട്ട. 3 പേരിൽ നിന്നായി 2.675 കിലോഗ്രാം മിശ്രിത രൂപത്തിലുള്ള സ്വർണം പിടികൂടി. സ്വർണം കടത്തിയ 3 പേരും ഇവരെ കൊണ്ടുപോകാൻ വന്ന 7 പേരും പിടിയിലായിട്ടുണ്ട്. ദുബായിൽ നിന്നെത്തിയ കാഞ്ഞങ്ങാട് സ്വദേശി അഫ്രുദ്ദീൻ, ഷാർജയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശി EK ആബിദ്, മലപ്പുറം വഴിക്കടവ് സ്വദേശി ആസിഫ് അലി എന്നിവരാണ് ആദ്യം അറസ്റ്റിലായത്. മിശ്രിത രൂപത്തിലുള്ള സ്വർണം ക്യാപ്സൂളുകളാക്കി ശരീരത്തിലെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്. പിടിച്ചെടുത്ത സ്വർണം 1.5 കോടി രൂപയിലധികം വിലമതിക്കുന്നത്. കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയ 15 കാരിയർമാരാണ് ഇതിനകം തുടർച്ചയായി പോലീസ് വലയിലാകുന്നത്. പഴമയുടെ പ്രൗഢിയിൽ തിരുവനന്തപുരത്ത് ഒരു ക്രൈസ്തവ ദേവാലയം. കാട്ടാക്കട കട്ടേക്കോട് വിശുദ്ധ അന്തോണീസ് ഫെറോന ചർച്ച് നൂറ്റാണ്ടിനു പിന്നിലെ ചരിത്രത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശുദ്ധവാരത്തിൽ പരിചയപ്പെടാം ഈ വിശ്വാസ കേന്ദ്രത്തെ. പള്ളിക്ക് മുന്നിലെത്തുന്നവർക്ക് ആദ്യം തന്നെ ഈ വിശ്വാസ കേന്ദ്രം പകർന്നു നൽകുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. പറന്നുയരുന്ന വെള്ളരിപ്രാവിന്റെ രൂപം. കുടിയേറ്റ പ്രദേശമായ കട്ടക്കോട്ട് നൂറ്റാണ്ട് മുൻപ് മുള്ളുവിള മെലിഞ്ചി അഥവാ വാദ്യാർ, ഉപദേശി എന്നൊക്കെ അറിയപ്പെടുന്ന വൈദ്യനായ അത്തനാസിന്റെ വരവോടെയാണ് പ്രാർത്ഥനയുടെ വഴി ശക്തമാകുന്നത്. കർമ്മലീത്ത മിഷണറിയായ ഫാദർ ജോൺ ഡമഷ് പുല്ലുമേഞ്ഞ ഓലക്കുടിലിലെ അൾത്താരയിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചു. കാലാന്തരത്തിൽ നിർമ്മിച്ചതും നൂറ്റാണ്ട് പഴക്കമുള്ളതുമാണ് ഇപ്പോഴത്തെ പള്ളി. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ക്രിസ്തീയ സമൂഹം രൂപപ്പെടുന്നത് 150 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനു മുൻപ് ഈ ഒരു പ്രദേശം നെയ്യാറ്റിങ്കര ഭാഗം, നെയ്യാറ്റിൻഭാഗത്ത് കാഞ്ഞിരംകുളം, മുള്ളുവിള, ബാലനാപുരം പ്രദേശങ്ങളിൽ നിന്ന് കുറച്ചധികം മനുഷ്യർ കൃഷി ആവശ്യത്തിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ വേണ്ടി ഇവിടത്തേക്ക് വന്നു. അവർ ഈ പറഞ്ഞ ഈ ഒരു വനാന്തര പ്രദേശമായിരുന്ന ഈ സ്ഥലത്തെ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി. അവർ ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് താമസിക്കുകയും കാലാന്തരങ്ങളിൽ അവരിലും കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പിന്നെ അവരെയും കണ്ടുകൊണ്ട് മറ്റൊരു പല മനുഷ്യരൊക്കെ ഇവിടേക്ക് വന്നു. അപ്പോഴിവിടെ വന്ന മനുഷ്യർക്കും ഇവിടെ ആദ്യം വന്ന ആൾക്കാർ എന്ത് ചെയ്തു? വിശ്വാസം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ടും ഈ ഒരു പള്ളി 1923 സ്ഥാപിതമാകുന്നത്. ഈ ദേവാലയം നമ്മൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും സ്ഥാപിതമാകുന്നത് 1923. മന്ദിരത്തിനുള്ളിൽ നിന്ന് നിയന്ത്രിക്കാവുന്ന പള്ളിമണിക്കും നൂറ്റാണ്ട് പഴക്കമുണ്ട്. മരക്കുരിശിൽ ക്രൂശിതനായ യേശുവിന്റെ രൂപവും വിശുദ്ധ അന്തോണീസിന്റെ രൂപവും അൾത്താരയെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശത്താൽ അർത്ഥപൂർണമാക്കുന്നു. പുണ്യജലം വിശ്വാസികൾക്ക് എടുക്കാൻ പാകത്തിൽ പള്ളിക്കുള്ളിലെ ചുവരിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ നീർത്തൊട്ടികൾ ഇക്കാലത്ത് കൗതുകത്തിന്റെ കാഴ്ച കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അതേ അൾത്താര തന്നെയാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ അന്തോണീസിന്റെ രൂപവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് അതിൻ്റെ അലങ്കാരപ്പണികളും അൾത്താരയും ഇന്ന് കാണുന്ന ഈ പറഞ്ഞ അൾത്താരയുടെ ഈ പീഠവും ആ ഒരു വിസ്തൃതിയും വ്യാസവും ഒക്കെ അന്ന് കണ്ട രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ തറയുടെ അത്യാവശ്യം ജോലികളാണ്. ഇന്ന് 100 വർഷം പിന്നിടുമ്പോഴും ഒരുപാട് മനോഹരമായിട്ടുള്ള രീതിയിൽ മിനിസം ഉൾപ്പെടുന്ന പല കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കും എങ്കിലും ഇന്നും അതിൻ്റെ രൂപഭംഗി, ആ ഒരു നിർമ്മാണത്തിൻ്റെ ആ ഒരു ഭംഗി നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ തറയോട് പോലും ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വാതിലുകളാണെങ്കിലും ജന്നലുകളാണെങ്കിലും നമ്മൾ ആ രീതിയിൽ അന്ന് രൂപകൽപ്പന ചെയ്തതനുസരിച്ച് തന്നെയാണ്
ഇന്നും നിലനിർത്തി പോകുന്നത്. ചിലപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനമനുസരിച്ച് മേൽക്കൂരയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേൽക്കൂര മാറ്റി സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നതിൻ്റെ പേരിലാണ് മേൽക്കൂര നമ്മൾ മാറ്റിയത്. അതിനു മുമ്പ് തൊട്ട് ഓട് തന്നെ ആയിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേൽക്കൂര. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ഹൈറേഞ്ചിൽ ലില്ലിപ്പൂ വസന്തം. മൂന്നാറിലെ മലഞ്ചെരിവുകളിലെ കാഴ്ച കാണാം ഇനി. പഴയ മൂന്നാറിലുള്ള CSI ദേവാലയത്തിന് സമീപമാണ് ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നൂറുകണക്കിന് പൂവുകളാൽ സമ്പന്നമാണ് ഇവിടത്തെ പുൽമേടുകൾ. പിങ്ക് ബെല്ലോഡൂണ ഇനത്തിൽപ്പെട്ടതാണിവ. 15 ദിവസം വരെ ഇവ പൂത്തുനിൽക്കും. പിങ്ക് നിറവും നക്ഷത്രം പോലെ തോന്നിക്കുന്ന ആകൃതിയും പ്രത്യേകതയാണ്. ലില്ലികൾ വളരുന്നതിന് വളരെയേറെ ജലം ആവശ്യമുള്ളതിനാൽ ചതുപ്പുനിലങ്ങളിലും നദീതീരങ്ങളിലുമാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത്. ലില്ലിപ്പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനും ഒട്ടേറെ പേർ എത്തുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. സ്പോർട്സ് ചാനലായ സ്പോർട്സ് 18നുമായി നെറ്റ്വർക്ക് 18. പ്രമുഖ കായിക താരങ്ങൾ ചാനലിന് ആശംസകൾ അറിയിച്ചു. ക്രിക്കറ്റ് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് യുവരാജ് സിംഗ് സ്പോർട്സ് 18നോട് മനസ്സ് തുറന്നു. It's 1800 hours here in India, and watching sports for you, for me, for all of us, it's never going to be the same again, guys. Ladies and gentlemen, welcome to India's newest destination for all things sports. Welcome to Sports 18. നെറ്റ്വർക്ക് 18ന്റെ സ്പോർട്സ് ചാനലായ സ്പോർട്സ് 18 ഉദ്ഘാടന ദിവസമാണ് യുവരാജ് സിംഗ് ക്രിക്കറ്റ് അനുഭവങ്ങളും ജീവിതവും പങ്കുവച്ചത്. ഉയർച്ചയും താഴ്ചയും ഒരുപോലെ ഉണ്ടായ ക്രിക്കറ്റ് ജീവിതത്തെക്കുറിച്ച് സഞ്ജയ് മഞ്ജരേക്കറോടാണ് യുവരാജ് തുറന്നു പറയുന്നത്. Saurav did a prank on me. He said, "What you want to open tomorrow?" And I didn't know what to say, so I was like, "Yeah, if you want me to open, I'll open." Whole night I didn't sleep. The next morning he said I was playing a prank. I'm only going to open. That's terrible. ഇന്നത്തെ കളിക്കാർക്കിടയിൽ പഴയ യുവരാജ് സിംഗിനെ ഓർമ്മിപ്പിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ആ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമാണ് യുവരാജ് സിംഗ് നൽകിയത്. I think when I see Abhishek, he reminds me a lot of myself because some of the fast bowling, the pull shots and back foot hits that he hits, I felt I was very much like him. പുതിയ താരങ്ങളിൽ ശുഭ്മാൻ ഗിൽ മികച്ച കളിക്കാരനാണെന്ന് യുവരാജ് പറഞ്ഞു. ഇന്ത്യൻ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാത്തതിന്റെ നിരാശയും അദ്ദേഹം പങ്കുവച്ചു. പ്രമുഖ കായിക താരങ്ങൾ സ്പോർട്സ് 18ന് ആശംസ അറിയിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കർ, ബാഡ്മിന്റൺ താരങ്ങളായ പുല്ലേല ഗോപിചന്ദ്, കിഡംബി ശ്രീകാന്ത്, PV സിന്ധു എന്നിവരാണ് ആശംസകൾ നേർന്നത്. Watch all the badminton action live on Sports 18, the new home of badminton India. Hello and namaste to all the badminton fans in India. I am PV Sindhu. Watch all the badminton action live on Sports 18, the new home of badminton in India. ആഗോളതലത്തിലെ കായിക വാർത്തകൾ മികച്ച നിലവാരത്തിൽ സ്പോർട്സ് 18 പ്രേക്ഷകരിലെത്തിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.